മരിച്ചോനോ മരിച്ചു, ഇനിയിപ്പോഴോനെ കുഴിയിൽ നിന്ന് ഇങ്ങനെ നാറ്റിച്ച് ഇല്ലാതാക്കണം. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇവർ എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്ന വേറെ ഒന്നുമല്ല, ഒരു സീരിയലിൻ്റെ സംവിധായകനുണ്ട്, ഹിറ്റ് സീരിയലിൻ്റെ സംവിധായകനാണ്. അതിൻ്റെ നിർമ്മാതാവ് എന്ന് പറഞ്ഞാൽ നമ്മളെ ചിപ്പി രഞ്ജിത്താണ്. ഇപ്പോൾ തുടരും എന്ന് പറയുന്ന സിനിമയൊക്കെ നിർമ്മിച്ച ആളുടെ ഒരു സീരിയലായിരുന്നു. അപ്പോൾ അയാൾ ആ നല്ലൊരു സീരിയൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് അയാൾ മരിച്ചു പോകുന്നത്. ആ മരിച്ചു പോയതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ 2 ദിവസമായിട്ട് അതിൻ്റെ വാനമ്പാടി എന്ന് പറയുന്ന സിനിമയിൽ ആ സീരിയലിലെ നായിക സുചിത്ര നായർ, നമുക്കെല്ലാവർക്കും അറിയാലോ, ബിഗ് ബോസിലുണ്ടായിരുന്ന സുചിത്ര നായർ തന്നെ. സുചിത്ര നായരുടെ അവിഹിതം കാരണമാണ് എൻ്റെ കുടുംബം നശിച്ചത് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലാതെ, അതായത് മരിച്ചവർ പോയി, ഇനിയിപ്പോൾ അയാൾ എഴുന്നേറ്റ് വന്നിട്ട് പുതിയൊരു ജീവിതം തരത്തില്ല, അല്ലെങ്കിൽ ഇനിയിപ്പോൾ അയാൾ വന്നിട്ട് ഇതൊന്നും ചെയ്യാൻ കഴിയില്ല, ഇതൊക്കെ അറിയാം, എന്നാലും എനിക്കൊന്ന് നാറ്റിക്കണം എന്ന് കരുതിയിട്ടാണോ എന്നറിയില്ല, അയാളുടെ ഭാര്യ വന്നിട്ട് ഇന്നലെ മിനിഞ്ഞാന്ന് ഇങ്ങനൊരു പ്രസ്താവന ഇറക്കുന്നത്. ഇന്നലെ സുചിത്ര നായർ പറഞ്ഞു, ഇതിനെതിരെ ഞാൻ കൃത്യമായിട്ട് കംപ്ലൈൻറ്റുമായിട്ട് പോകും, ഒരു കാരണവശാലും വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം എന്ന് പറഞ്ഞാൽ സുചിത്രയുടെ ആർമികൾ, അതായത് സുചിത്രയ്ക്ക് ഒരുപാട് പരിചയമുള്ള യൂട്യൂബേഴ്സ് ഉണ്ട്, പിന്നെ ഒരുപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരുണ്ട്. എന്തൊക്കെയായാലും സുചിത്രയ്ക്ക് ഇന്നലെ നല്ല രീതിയിൽ സപ്പോർട്ട് കിട്ടുന്നൊരു കാഴ്ചയാണ് ഞാൻ കണ്ടത്. പക്ഷെ ഒരു കാര്യം കൂടി ഞാൻ പറയാം, അതായത് റൂണു എന്ന് പറയുന്ന സ്ത്രീ ഇന്നൊരു വീഡിയോയുമായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് പറയുന്ന പല കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആദിത്യൻ്റെ കൂടെയുള്ള കൂട്ടുകാർ എന്ന് അവകാശപ്പെടുന്നവർ എങ്ങനെയാണ് ഞങ്ങളുടെ കുടുംബജീവിതം അറിഞ്ഞത്? അതിലൊരു അനുജൻ തന്നെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവർ കുറേ നാളുകളായിട്ട് 2 പേരും 2 റൂമിലാണ് താമസിക്കുന്നത്. ഇതൊക്കെ അനുജൻ എങ്ങനെയാണ് അറിയുന്നത്? പിന്നെ അയാൾ അങ്ങനെ അങ്ങ് നോക്കാൻ വേണ്ടി മാത്രം അയാൾക്ക് അധികാരമുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ആദിത്യൻ ഇനി സ്വന്തം അനുജനോട് പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ലടാ, നിൻ്റെ ചേട്ടത്തി അമ്മയുണ്ടല്ലോ, എന്നെ കൂടെ കിടത്തത്തില്ല, അതുകൊണ്ട് ഞാൻ വെളിയിലാടാ കിടക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം അത്രയും ചീപ്പാണോ ഒരു സംവിധായകൻ എന്നും എനിക്കറിയില്ല. ഏതെങ്കിലും ഒരു മനുഷ്യന്മാർ പറയുന്നതാണോ? ഏതെങ്കിലും ഒരു മനുഷ്യന്മാർ സ്വന്തം അനുജനോടോ അല്ലെങ്കിൽ വേറെ കൂട്ടുകാരനോടോ പറയോ എൻ്റെ ഭാര്യ എന്നെ അടുപ്പിക്കുന്നില്ലടാ, ഞാൻ വേറെ റൂമിലാണ് കിടക്കുന്നതെന്ന് പറയോ? ഒരിക്കലും പറയുന്ന എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇവരെല്ലാവരും കൂടിയിട്ട് ഇപ്പോഴും റൂണു എന്ന് പറയുന്നയാൾ പറയുന്നതൊക്കെ ശരിയാണെന്നോ അല്ലെങ്കിൽ അവർ പറയുന്നത് മാത്രമാണ് ശരിയെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത് കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ ആ ഒരു കുഴിയിൽ കിടക്കുന്ന ആ ഒരു മനുഷ്യന് സമാധാനം കൊടുക്കാത്തൊരു പരിപാടി തന്നെയാണ്. അല്ലാതെ ഇതിനെ കൊണ്ടെന്ന് പറഞ്ഞാൽ ഒരാൾക്ക് പോലും ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല. ഈ റൂണു എന്ന് പറയുന്നവർക്കോ അല്ലെങ്കിൽ ഈ പിന്നെ എന്താ പറയുക സുചിത്ര നായർക്കോ ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങൾക്കോ ആർക്കെങ്കിലും നീതി കിട്ടുമോ? ഇതിനെക്കൊണ്ട് ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഇത് കേൾക്കുന്നവർക്ക് എന്താണ് ഒരു ഇക്കിളി കഥകൾ, അതുപോലെ തന്നെ ഇത് കേൾക്കുന്നവർക്ക് ഒരു സുഖം. ഇങ്ങനെ കേൾക്കുമ്പോൾ കാരണം വല്ലോൻ്റെ വീട്ടിലും ഇങ്ങനെ നടക്കുന്ന കാണുമ്പോൾ ഒരു സുഖമാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ സുചിത്ര എന്ന് പറയുന്നവളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് കിടക്കട്ടെ, കാരണം അവളങ്ങനെ ഞെളിഞ്ഞ് നടക്കണ്ട, അവൾക്കും കൂടി എന്തെങ്കിലും ഒന്ന് ഇട്ടുകൊടുക്കാം എന്നുള്ള കാര്യത്തിൽ മാത്രം. ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞാൽ സുചിത്ര നായരുടെ ആ ഒരു കമൻറ്റ് ബോക്സിൻ്റെ അടിയിൽ വന്നിട്ട് നീ മറ്റോൻ്റെ കൂടെ പോയതല്ലടി, നീ മറ്റോൻ്റെ കുടുംബം നശിപ്പിച്ചതല്ലത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റുകൾ വരും. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പ്രത്യേകിച്ച് ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. എന്നാൽ ഇന്ന് ആ റൂണു എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ ഒരു വീഡിയോയുമായിട്ട് വന്നിരുന്നു. അതിൻ്റെ അകത്ത് അവർ പറയുന്ന കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് എന്നെ താറടിച്ച് കാണിക്കുകയാണ് എല്ലാവരും ചെയ്യുന്നത്, എന്നെ ഒറ്റപ്പെടുത്തുകയാണ് എല്ലാവരും ചെയ്യുന്നത്. അതായത് ഇന്നലെ വന്നു പറഞ്ഞ പല ആൾക്കാർക്കും സത്യങ്ങളെല്ലാം അറിയാവുന്നതാണ്, പക്ഷെ അവരാരും എൻ്റെ കൂടെ നിൽക്കത്തില്ല. കാരണം എല്ലാവർക്കും അറിയാം, അതായത് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ഭാഗത്ത് മാത്രമാണ്. പവർ ഇല്ലാത്തവൻ്റെ ഭാഗത്ത് ഒരു കുഞ്ഞു പോലും ഉണ്ടാവില്ല എന്നാണ് ഞാൻ ഇന്നലെ വിചാരിച്ചത്. അതായത് ഈ സ്ത്രീയുടെ ഭാഗത്ത് എന്തെങ്കിലും സത്യമുണ്ടോ ഇതൊന്നും നമുക്കറിയില്ല. പക്ഷേ ഇവർ തന്നെ പറയുന്നുണ്ട് ഡോക്ടർക്ക് പൈസ കൊടുത്തിട്ട് എന്നെ മാനസിക രോഗിയാക്കിയെന്ന്. അങ്ങനെ ഒരാൾക്കും ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡോക്ടർക്ക് ഈ റൂണു എന്ന് പറയുന്ന സ്ത്രീയോട് വലിയ ഒരു ദേഷ്യം ഉണ്ടാവില്ല. പിന്നെ എന്തിനാണ് പോയിട്ട് ഡോക്ടർക്ക് കുറച്ച് കൈക്കൂലിയും കൊടുത്തിട്ട് ഒന്ന് ഇവളെ മാനസിക രോഗിയാക്കണേ എന്ന് ഏതെങ്കിലും ഭർത്താവ് പറയോ? എനിക്ക് തോന്നുന്നില്ല. കാരണം ഒന്നുമില്ലെങ്കിലും അയാളുടെ കുഞ്ഞുങ്ങളുടെ അമ്മയല്ലേ. അതുമാത്രമല്ല അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ ഈ സ്ത്രീയല്ലേ നോക്കേണ്ടത്. അതുകൊണ്ട് അങ്ങനെ ചെയ്യുമെന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു സംശയം കുടുങ്ങിയിട്ടുണ്ട്. അതായത് സുചിത്ര നായരുടെ പേരിൽ എന്തോ ഒരു സംശയം ഉണ്ടായിട്ടുണ്ട്. അത് ഇത്രയും നാളിങ്ങനെ മനസ്സിൽ വെച്ചു വരികയായിരുന്നു. ഇപ്പോഴത് തുറന്നടിച്ചു, അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതിൻ്റെ അകത്ത് ഒരു കാര്യവുമില്ല. ഇതിന് തുറന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്നവർക്കും കേൾക്കുന്നവർക്കും ഒരിക്കലും കഥകളായിട്ടേ മനസ്സിലാവുള്ളൂ. അല്ലാതെ എന്ന്
പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇങ്ങനെ തുറന്നു പറഞ്ഞ് പരസ്പരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചളി വാരിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും, ചളിയെന്ന് ഞാൻ പറയുന്ന കേട്ടാ, തീട്ടാന്ന് വാരി എറിയുന്നവർ ഉള്ള കാര്യം എന്താ പറയുന്നതിന്? അമ്മാതിരി കൂതറ സ്വഭാവമാണ് രണ്ടുപേരും കാണിക്കുന്നത്. ഒരു കാര്യമില്ലാത്ത കാര്യം ഇതാണ്. അതായത് അവിഹിതം ഉണ്ട് എന്ന് പറയാം, മറ്റേ ആൾ പറയാ ഇല്ല, പിന്നെ ഒരാൾ പറയുന്നു എൻ്റെ ഭർത്താവിൻ്റെ അവിഹിതങ്ങൾ ആ ചേട്ടന് എല്ലാം അറിയാം, ആ ചേട്ടൻ എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതിൻ്റെ അകത്ത് നടന്നിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സംവിധായകൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ സ്ത്രീയുടെ അടുത്ത് പോയിട്ട് ചില ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇതാ നിങ്ങളുടെ ഭർത്താവിനെ സൂക്ഷിച്ചോ മോളെ. എന്താണെന്ന് വെച്ചാൽ അവർ ഭയങ്കര കൂട്ടുകാരാണ്. ഈ കൂട്ടുകാർ തന്നെ വന്നിട്ടാണ് ഈ സ്ത്രീൻ്റെ അടുക്ക പാര വെച്ചത്. നിങ്ങളുടെ ഭർത്താവ് ശരിയല്ല, നിങ്ങളുടെ ഭർത്താവ് ഇതുപോലെ ഷൂട്ടിന് എന്ന് പറഞ്ഞിട്ട് മറ്റവളുടെ കൂടെ കറക്കമാണ്, ഇവളുടെ കൂടെ കറക്കമാണ്. ഇന്ന് അതാണ് ആ സ്ത്രീ പറയുന്നത്. എൻ്റെ ചേട്ടാ നിങ്ങൾ തന്നെ വന്നതിനോട് പറഞ്ഞിട്ടില്ലേ എത്ര പെണ്ണുങ്ങളുമായിട്ട് അങ്ങേർക്ക് ബന്ധമുണ്ടെന്ന്. അപ്പോൾ ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു സ്ത്രീയെ മെൻ്റലാക്കി. ഇതേ ഞാൻ പറയുള്ളൂ. ആ സ്ത്രീ ആണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴെല്ലാം തുറന്നിങ്ങനെ പറയാനും തുടങ്ങി. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വർഷം എന്ന് പറഞ്ഞാൽ ഈ ഭർത്താവിൻ്റെ ഇങ്ങനെയുള്ള ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടവർ ഏതെങ്കിലും ഒരു നിമിഷം പൊട്ടിത്തെറിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ മറ്റൊരു കാര്യം കൂടി ഈ സ്ത്രീ തന്നെ, അതായത് ഈ റൂണു എന്ന് പറയുന്ന സ്ത്രീ ആദ്യത്തെ വീഡിയോയിൽ പറയുന്നൊരു കാര്യമുണ്ട്. ഞങ്ങൾ സ്നേഹിച്ച് വിവാഹം കഴിച്ചവരാണ്. ആദ്യ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ സ്ഥിരമായിട്ട് സെറ്റുകളിൽ പോകുമായിരുന്നു, അങ്ങനെയൊക്കെ ഇവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അപ്പോഴും നമുക്ക് സംശയം തന്നെയാണ്, ഇങ്ങനെയുള്ള ഒരു ഭർത്താവ്, ആ ഭർത്താവ് എല്ലാ ദിവസവും സെറ്റ് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ സ്ത്രീക്ക് തുടർച്ചയായിട്ട് സെറ്റിൽ പോയിക്കൂടായിരുന്നു? ഇവരെന്തിനാണ് ഇടയ്ക്ക് വെച്ച് വേണ്ടാന്ന് പറഞ്ഞത്? പിന്നെ അതുപോലെ തന്നെ മദ്യപാനത്തിൻ്റെ കേസ് വരുന്നുണ്ട്. അതിൽ ഈ സ്ത്രീ ആണെങ്കിൽ മറ്റുള്ളവരോട് ചാറ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഉണ്ടെങ്കിൽ ഇവർ തന്നെ പറയുന്നുണ്ട് അതിൻ്റെ വീഡിയോ കൃത്യമായിട്ടും എനിക്ക് കാണണം, കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അതിനു വേണ്ട നിയമ നടപടികൾ സ്വീകരിക്കും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അത് ശരിയാണ്. എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ കൃത്യമായിട്ടുള്ള തെളിവ് വേണം. അത് തന്നെയാണ് എനിക്ക് റൂണുവിനോടും പറയാനുള്ളത്. നമ്മൾ വെറുതെ വന്നിട്ട് ഒരാളെ പറ്റിയിട്ട് ഒരു കാര്യവും പറയാൻ പാടില്ല, കേട്ടപാതി പറയാൻ പാടില്ല. നിങ്ങൾക്ക് കൃത്യമായിട്ട് എവിഡൻസ് ഉണ്ടോ? നിങ്ങൾക്ക് കൃത്യമായിട്ട് തെളിയിക്കാൻ പറ്റുമോ? അതായത് സുചിത്രയും അതുപോലെ തന്നെ നിങ്ങളുടെ ഭർത്താവും കൂടിയിട്ട് ഇതുപോലെ പോയിരുന്നു, പല അവിഹിതങ്ങളും ഉണ്ട് എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ ഇതിനൊരു ഇതുള്ളൂ. അല്ലാതെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾക്ക് ഇതുപോലെ നാറ്റിക്കാമെന്നല്ലാതെ ഒരു കാര്യവും കിട്ടാൻ പോകുന്നില്ല. അങ്ങനെ ഇപ്പൊ സീരിയൽ ലോകത്ത് ഇതൊന്നും പുത്തരിയല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ എൻ്റെ ഫ്രണ്ട് അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ സുചിത്രക്ക് തന്നെ സപ്പോർട്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ റോണുവിന് അത്ര വലിയൊരു സപ്പോർട്ടോ കാര്യങ്ങളോ കിട്ടുന്നില്ല. കാരണം പവർ ഇല്ലല്ലോ. പവർ ഉണ്ടെങ്കിൽ മാത്രമല്ലേ സപ്പോർട്ട് കിട്ടുള്ളൂ. പക്ഷേ ഈ റോണുവിനോട് എനിക്ക് പറയാനുള്ളത്, ആ സമയത്തല്ലടോ പ്രതികരിക്കേണ്ടത്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അവരുടെ പശുവും ചത്തു, പിന്നെ ഇതിൻ്റെ മൂരിലെ പുളിയും പോയി എന്ന് കഴിഞ്ഞിട്ടാണോ വന്ന് പ്രതികരിക്കുന്നത്? എൻ്റെ ജീവിതത്തിലെ കറുത്ത നിഴലിന് കാരണം അവളായിരുന്നു, എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഇപ്പോൾ എല്ലാവർക്കും പറഞ്ഞൂടെ? അതായത് സുചിത്രക്ക് പണങ്ങ പറഞ്ഞൂടെ എൻ്റെ ജീവിതം നശിപ്പിച്ച ഈ സ്ത്രീയാന്ന് പറഞ്ഞൂടെ? അതൊന്ന് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാത്തിനും വേണ്ടത് തെളിവാണ്. തെളിവില്ലാതെ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിൽ നിന്നും പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇപ്പോഴും മിക്കവാറും എന്ന് പറഞ്ഞാൽ സുചിത്ര ഇതിനെതിരെ കേസും കൊടുക്കും. ഈ സ്ത്രീ പോയിട്ട് ചിലപ്പോഴും എന്ന് പറഞ്ഞാൽ കാല് പിടിക്കേണ്ടി വരും. അതുപോലെ ഇവരെ ആക്രമിച്ചവർ, ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഫോട്ടോ ഉണ്ട്, അല്ലെങ്കിൽ ഇവർ ചാറ്റ് ചെയ്തു, ഇവർ തുണിയില്ലാതെ നിന്നു, ഇവർ സ്കോച്ച് അടിച്ചു എന്നൊക്കെ പറയുന്നവരോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്കും തെളിവില്ലെങ്കിൽ നിങ്ങളും മിണ്ടാൻ പാടില്ലായിരുന്നു. നിങ്ങൾ ആർക്കും വേണ്ടിയിട്ടാണ് മിണ്ടുന്നത്? അതാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരിസരം മറന്നും പ്രവൃത്തി മറന്നും ഇങ്ങനെ എന്തിനാണ് ഇങ്ങനെ ചെളിവാരി എറിയുന്നത്? നിങ്ങളെല്ലാവരും പറയുന്നത് എനിക്ക് അച്ഛനും അമ്മയുണ്ട്, സഹോദരങ്ങളുണ്ട്, എല്ലാവർക്കും ഇല്ലേ ഇത്? എല്ലാവരും കേട്ട് കഴിഞ്ഞത് മോശം തന്നെയല്ലേ? ചത്തവനെ ചത്ത്, ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ തന്നെ പോയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് എന്ത് നേട്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നത്? കുറച്ചെങ്കിലും ഒരു ഉളുപ്പ് വേണ്ടേ? രണ്ടുപേരോട് ഞാൻ പറയുന്നത്. അതിൽ സുചിത്ര ചെയ്തിരിക്കുന്നത് കുറച്ചൊക്കെ നല്ല കാര്യമാണ്. കാരണം എന്താ, ഇതിലെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് നേരിട്ട് പ്രതികരിക്കാതെ ഞാൻ കോടതി വഴി പോയിക്കോളാം എന്ന് പറഞ്ഞ ഒരു നല്ല കാര്യം തന്നെയാണ്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട്, പക്ഷേ സുചിത്രക്ക് വേണ്ടിയിട്ട് ചളിവാരി എറിയ വേറെ ഇഷ്ടം പോലെ ആളുണ്ട്. അത് നിങ്ങൾ മറന്നു പോകണ്ട, ഒരുപാട് പേരുണ്ട്. ഉള്ള കാര്യം എന്താ പറയുന്നതിന്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ ഇത് നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കുറേ ആൾക്കാർ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേ എനിക്ക് പറയാനുള്ളൂ. അതായത് ഭർത്താവിൻ്റെ കൂടെ നിൽക്കുമ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ നിൽക്കുമായിരുന്നു. കുറേ കഴിഞ്ഞിട്ട് മരിച്ചു കഴിഞ്ഞാൽ നീ അഭിഹിത കഥകൾ ഞാൻ പുറത്തു കൊണ്ടുവരാടാ ദുഷ്ട എന്ന് പറഞ്ഞിട്ട് നിന്നുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. നന്ദി, നമസ്കാരം.